കരിനീലിയമ്മേ ശരണം. നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് കാലത്ത് കിട്ടിയ ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ മെസ്സേജ് ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ, എനിക്ക് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ, പൂജ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഇറങ്ങിയ വഴിക്ക് തന്നെ ആ മെസ്സേജാണ് കേട്ടപ്പോൾ എനിക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. അതായത് ആ ഒരു തെറ്റിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതായത് എനിക്ക് വന്ന മെസ്സേജിനെ കുറിച്ച് പറയാൻ പെട്ടെന്ന്, അല്ലെങ്കിൽ അത് വഴിമാറി ഇങ്ങനെ പോവും. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എന്തെങ്കിലും പറയണമെങ്കിൽ അതിനെ നീട്ടിച്ചുരുക്കി എനിക്ക് ചെറുതായിട്ടൊന്നും പറയാറില്ല. അത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനോ അതിൽ നിന്ന് കാശുണ്ടാക്കാനൊന്നല്ല. എനിക്ക് ₹1 യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാറുമില്ല. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് എനിക്ക് വന്ന മെസ്സേജ്, സ്വാമി പറഞ്ഞത് പ്രകാരം ഞാൻ എൻ്റെ ഭാര്യയെ കാണാനായിട്ട് ഭാര്യ വീട്ടിൽ പോയിരുന്നു. ഭാര്യ വീട്ടിൽ പോയി അവിടെ ഉഗ്രം വഴക്കായി. അതായത് ഭാര്യയുടെ ആങ്ങളെ അമ്മയായിട്ട് ഭയങ്കര വാക്ക് തർക്കമായി, തല്ലിലെത്തി എന്നാണ് പറയുന്നത്. അതായത് അവിടെ എന്തെങ്കിലും പ്രകോപനപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അതായത് എൻ്റെ അടുത്ത് വന്ന ഞാൻ പറഞ്ഞ ആള് എന്തെങ്കിലും അവരെ മെക്കെട്ടുകാരൻ പോയി എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർ പോയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത്, എന്നോട് ആദ്യം പറഞ്ഞു, ഇവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. കുറച്ച് നാൾക്ക് മുൻപ് ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പൂജ ചെയ്തതിൻ്റെ പിന്നാലെ ആ കുട്ടി വാട്സാപ്പ് സ്റ്റാറ്റസിൽ അതൊക്കെ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതാണ് പ്രത്യേകം ഈ വീഡിയോ ഇടാനുള്ള കാരണം തന്നെ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. പൂജ കഴിഞ്ഞാൽ പിറ്റേ ഒരു 3, 4, 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ കുട്ടി വാട്സാപ്പ് സ്റ്റാറ്റസ് വാട്സാപ്പ് ഓക്കെ ആക്കി, അതുപോലെ തന്നെ പ്രൊഫൈലൊക്കെ കാണാവുന്ന രീതിയിലാക്കി, അതുപോലെ തന്നെ ആളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള കോളിൻ്റെതൊക്കെ ബ്ലോക്ക് ആക്കിയതൊക്കെ ആൾ റിമൂവ് ചെയ്ത് ബ്ലോക്കൊക്കെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ടൊരു സന്തോഷ വാർത്ത തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ ഒരാളിൽ നിന്ന് ഒരു ദക്ഷിണ പോലും വാങ്ങിക്കാണ്ട് കൃത്യമായിട്ട് ₹1 പൂജയ്ക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ₹1 എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് ഞാൻ ഭഗവാന് കൂടുതൽ നിവേദ്യങ്ങൾ ഇറക്കുന്ന ഒരാളാണ് ഞാൻ. അതേ പ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൽ ഫലം കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സംസാരം വന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവാം. പൂജകളെല്ലാം ഒരുപോലെ ആവണമെന്ന് തരില്ല. പിന്നെ ഞാൻ ചെയ്ത കർമ്മത്തിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടോയെന്ന് ഞാൻ കൂടുതലും അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരോടൊക്കെ ചോദിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ച് എൻ്റെ സ്റ്റാറ്റസൊക്കെ എടുത്തിട്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഇതെന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ തന്നെ. അല്ലാണ്ട് അവിടെ അങ്ങനെ നടന്നു, ഇവരിങ്ങനെ നടന്നു, പൂജ ചെയ്തു, അതുണ്ടായി ഇതുണ്ടായി എന്ന് അറിയിക്കാനല്ല. അതായത് ഞാൻ പറഞ്ഞത് ആ കുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലു. അതായത് എന്നോട് പറഞ്ഞു, സ്വാമി നമ്മൾ ഇത്രയും ദിവസമായി ഒരു ഫലപ്രാപ്തി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞു, ഫലപ്രാപ്തി ദൈവം ഒരിക്കലും കൊണ്ടു തരില്ല. നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തരുമോ? നമ്മുടെ മുന്നിലേക്ക് ഒരു വസ്തുവിനെ കൊണ്ടു തരില്ല. നമുക്ക് എന്താണ് ഉണ്ടാക്കിയത്, നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരും. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണവശങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഉണ്ടായി, താങ്കൾ പറഞ്ഞു ആ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇനി ഒന്ന് കാണാനായിട്ടൊന്ന് ചെന്ന് കണ്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ കുറച്ച് നാളായി ഞാൻ പോയിട്ട് എന്ന് പറയാം. അപ്പോൾ സൗകര്യമില്ല, ഇത്രയും നാളായില്ലേ. കുട്ടീനെ മകളാണോ മകനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവരെ കാണാനുള്ള ഒരു അവകാശം തനിക്കുണ്ടല്ലോ, തൻ്റെ ഭാര്യനെ കാണാനുള്ള അവകാശം ഉണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനോടുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഒരു പിണക്കാണോ എന്താണോന്നും പിണക്കില്ല എന്ന് പറഞ്ഞ കേട്ടോ, എനിക്ക് എന്താണെന്നറിയില്ല. ഭാര്യ ഭർത്താവല്ലേ, പോയി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ചെന്ന് സംസാരിക്കൂ. ഇല്ലെങ്കിൽ വേണ്ട, കുട്ടീനെ ഒന്ന് കണ്ട് ഒരു സന്തോഷത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. കാറിലാണെങ്കിൽ കാറിൽ വെക്കൂ. അവർ സ്വീകരിച്ചാൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പോരാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇന്ന് വന്ന മറുപടി, അവർ ഉഗ്രം വഴക്കായി എന്ന് പറഞ്ഞത്. ഇതുപോലെ എനിക്കൊരു പണ്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പ്രത്യേകം പറയാൻ വന്നിട്ടുള്ളത്. ഒരു സുരേഷ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഭാര്യ പിണങ്ങി പോയിട്ട് വർഷങ്ങളായി, എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്ക് സ്വാമി ഒരു ഫോണിലെങ്കിലും വിളിച്ച് കയറാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. ₹1 പൂജയ്ക്ക് ഒന്നിനും ആൾ തന്നിട്ടൊന്നുമില്ല കേട്ടോ, അതൊന്നും വാങ്ങിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു, അതിനുള്ള കാര്യം ഞാൻ ചെയ്തു തരാം, അതിനുള്ള ചെയ്തോളൂ, താങ്കൾ പ്രാർത്ഥിച്ചോളൂ, ജപിച്ചോളൂ എന്ന് പറഞ്ഞ ആൾക്ക് ജപം കൊടുത്തു. ആൾ ജപിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട്
ഞാനിവിടെ ആൾക്ക് വേണ്ടി പൂജയിലൊക്കെ സ്വാമിയോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും 21 ദിവസം കഴിയുന്നേക്കാളും മുൻപ് തന്നെ ആ ഭാര്യയുടെ കോള് വന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷ വാർത്തയായിട്ടാണ് എന്നോട് വിളിച്ച് പറയുന്നത്. അതിലൊരു ദുഃഖ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചു, കോള് വന്നു, അതുപോലെ തന്നെ ബ്ലോക്കായി പോയി. എന്താ ഉണ്ടായെന്ന് വെച്ചപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ പ്രാർത്ഥന പ്രകാരം അവൾ എന്നെ വിളിച്ചു. വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. എന്നിട്ട് എനിക്ക് അവളുടെ ഫോൺ നമ്പർ ഒന്നും അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് അവൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കമായി, ആകെ വഴക്കായി. അവൾ വീണ്ടും ബ്ലോക്കായി പോയി. എന്നെ ഒന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. എങ്ങനെയുണ്ട്? അതായത് മനുഷ്യരാണെങ്കിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക? ഈ സ്ത്രീ എവിടെയാണെന്ന് അറിയില്ല ഇയാൾക്ക് ഫോൺ നമ്പർ അറിയില്ല. ഇയാൾ എന്താണ് ചെയ്യേണ്ടതായിരുന്നത്? ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇയാൾ ചെയ്യേണ്ടതായിരുന്നത്, ഇദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്, ആളുടെയും ഭാര്യ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ഇദ്ദേഹം വിളിച്ചു, അപ്പോൾ നീ എവിടെയാണോ, നിനക്ക് സുഖം തന്നെയാണോ, നീ ഇല്ലാത്തതിന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളുണ്ട്, നീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ വേറൊരു സ്ത്രീനെ ഞാൻ മുഖത്തേക്ക് പോലും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടായിരിക്കും, എന്നാലും പറയേണ്ടതൊക്കെ അങ്ങനെയല്ലേ. എങ്ങനെയെങ്കിലും അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളല്ല ചെയ്യുക. അവളെ നീ ഇത്രയും കാലമായിട്ട് എവിടെയായിരുന്നു പറയും, മറ്റതെന്ന് പറഞ്ഞാൽ അവളെ തല്ലിടാൻ പോയി. അവള് പിന്നെന്താ ചെയ്യുക? അവളെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യുക. സ്നേഹത്തോടു കൂടി പെരുമാറുന്നതല്ല നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബത്തിൽ നമ്മൾ ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടിയും എല്ലാവരുമായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റാം, എനിക്ക് ചിലപ്പോൾ സമയം ഇതാണെങ്കിൽ എൻ്റെ ഭാര്യ അത് ക്ഷമിക്കണം, ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത് ഞാൻ ക്ഷമിക്കണം. അങ്ങനെ ഒരു ഐക്യത്തോടു കൂടിയിട്ട് വേണ്ടേ നമ്മൾ ചെയ്യുന്നത്. ഐക്യമന്ത്രം എന്ന് പറഞ്ഞാൽ ഐക്യമന്ത്രം ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അത് ഐക്യമായിട്ട് ജീവിക്കാനും കൂടി നമ്മൾ പരിശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ആ കുട്ടി, ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് വഴക്കുണ്ടായാനല്ല ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും കാര്യത്തിലേക്ക് കടന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? നേരിട്ട് ആ കുട്ടീൻ്റെ ഭാര്യനെ കാണാൻ പോയി, ചെന്നു, എന്തെങ്കിലും അതിന് ഗിഫ്റ്റ് അല്ല മധുര എന്തെങ്കിലും ആപ്പിള മുന്തിരി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കി. അവർ വാങ്ങിച്ചില്ലേ, വേണ്ട, അത് കാറിൽ വെച്ചു അല്ലെങ്കിൽ വണ്ടിയിൽ വെച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മാറ്റി വെച്ചു, വേണ്ട, സ്വീകരിച്ചില്ല, എനിക്ക് എൻ്റെ മകളെയൊന്നും ഭാര്യനെയൊന്നും കാണണം. അപ്പോൾ അവർ കാണാൻ പറ്റില്ല എന്ന് പറയണം. അവർ എന്തെങ്കിലും പ്രശ്നമാണ്, അവിടെ 2 മിനിറ്റ് നിൽക്കുക, അവൾ വരില്ല എന്ന് നോക്കുക. പറ്റില്ലേ, വേണ്ട, ശരി, തിരിച്ചു പോരല്ലേ ചെയ്യേണ്ട. അല്ലാണ്ട് അവരെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ നീ അങ്ങനെയാണ്, തെമ്മാടിയാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരെ മെക്കെട്ട് കയറാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതായില്ലേ. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു ദിവസം ആ കുട്ടീനെ കാണാനായിട്ട് അവർക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? നമ്മുടെ ഒരു ചാൻസ് അല്ലേ, നമ്മുടെ അടുത്ത ജീവിതത്തിലേക്കുള്ള ഒരു ചാൻസ് അല്ലേ നഷ്ടപ്പെടുത്തിയത്. ആ ഒരു നഷ്ടപ്പെടുത്തൽ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അല്ലാണ്ട് അവർക്ക് അങ്ങനെ പറ്റി, ഇവർക്ക് ഇങ്ങനെ പറ്റി, അവരത് ചെയ്തു ഇത് ചെയ്തു, അവർ തല്ലുകൂടി, അങ്ങനെ ഉണ്ടായില്ല ഇങ്ങനെ ഉണ്ടായില്ല എന്ന് പറയാനല്ല ഈ വീഡിയോ. ആകെ ഒരു അരമിനിറ്റാണ് ഈ വീഡിയോയിൽ പ്രാധാന്യമുള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇനിയിപ്പോൾ ഭാര്യനെ കാണാമെന്നല്ല, കാമുകീനെ കാണാൻ പോയിക്കോട്ടെ. ഇനിയിപ്പോൾ കാമുകീനെ കാണാൻ പോയിട്ടുള്ളൊരു സംഭവം എനിക്കുണ്ട്. അതാണ് ഞാൻ കാമുകി എന്ന് പറയാൻ പോയിട്ട്. കാമുകിയായിട്ട് 6-7 വർഷമായിട്ട് ബന്ധമുള്ള, അവർ ശാരീരികമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. എന്നിട്ട് പോലും കാമുകി ഒരു ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിൽ അവർ പിണങ്ങിപ്പോയി. അത് എൻ്റെ അടുത്ത് വന്നു, ഞാനത് പരിഹരിച്ച് അവരെ ശരിയാക്കി വന്നു. അവിടെ ചെന്ന് അവളായിട്ട് ഒരു സമ്പർക്കത്തിലേക്ക് വന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും സ്വാമി ഞങ്ങൾ പിണങ്ങി, വീണ്ടും അവൾ എന്നെ ബ്ലോക്കാക്കി പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ തന്നെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് അവളെ ഫോൺ വാങ്ങി നോക്കിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അത് നോക്കി തന്നെ അവൾക്ക് ഇഷ്ടമായില്ല. അതിനൊക്കെ അതിൻ്റെതായ രീതികളില്ല. ഒരാളുടെ പേഴ്സണലല്ലേ ഫോൺ. അവൾക്ക് സംശയം, ഇവന് സംശയം, അവൾക്കും സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംശയമായി. അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ അവരോട് എത്രയും സ്നേഹത്തിൽ അവരെ എത്രയും കെയർ ചെയ്യണം. നമ്മളെ ചീറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളൊരു ചതിയെത്തിയാന്ന് തോന്നണമെങ്കിൽ നമ്മളതനുസരിച്ച് ഒഴിഞ്ഞു പോവുക. അല്ലാണ്ട് അവളെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ അവളെ ഇതാക്കിയിട്ട് നമ്മളെ വീണ്ടെടുക്കാൻ, നമ്മളെ കൂടെ അടുപ്പിക്കാൻ നോക്കിയിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഒരു കാര്യം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ളവരെ വിട്ട് കളയുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവരെ ഫോൺ നോക്കി അതിലിനി വല്ലവരായിട്ട് കാമുകന്മാരുണ്ടോ എന്നൊക്കെ നോക്കാൻ നിന്നോ എന്നൊക്കെയാണ് സംശയമായിട്ടാണ് പോയത്. അവളെ കാര്യം നോക്കി പോയി. ഇവന് അവനുള്ള ശരീരം ഇവന് പങ്കുവെച്ചതാ. അപ്പോൾ ഇവന് സംശയം ഇനി എല്ലാവരുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടോ. ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷന് യാതൊരു കാരണവശാലും ദേഹത്ത് തൊടിയിക്കരുത്. പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ത്രീയെ ഒരു പുരുഷനെ കെട്ടാൻ നിൽക്കണമെങ്കിൽ, പുരുഷന്മാരുടെ കാര്യമല്ല സ്ത്രീകളുടെ കാര്യം,
വേറെ ആരുടെ കൂടെ എന്ത് വേണമെങ്കിലും പൊക്കോട്ടെ, എവിടേക്കൊക്കെ പൊക്കോട്ടെ, എങ്ങനെയൊക്കെ പൊക്കോട്ടെ, അതൊന്നും വിരോധമില്ല. അതൊക്കെ നമുക്ക് തെളിയിക്കാൻ നിൽക്കണം. അതായത് ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താൽ പോലും അത് ഞാനൊന്നല്ല, അതൊക്കെ AI അങ്ങനെ എന്തോ സംഭവത്തിൽ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രേഖകൾ ഉണ്ടാവില്ല, ഒരാളും കൂടെ കിടക്കണതിൻ്റെ രേഖ ഉണ്ടാവില്ലല്ലോ. കെട്ടാൻ പോകാനും വിചാരിച്ച ഒരാളുടെ അടുത്ത് ഒരിക്കലും ശരീരത്തിൽ തൊടിയിക്കാൻ പാടില്ല, വിരലിൽ തൊടിയിക്കാൻ പാടില്ല. അതായത് പുരുഷന്മാർ സംശയാക്കളാണ്. ഞാൻ പുരുഷന്മാരെ കുറ്റം പറയണതല്ല. എനിക്ക് തന്നു, അവൾ വേറെ ഉള്ളവർക്കും കൊടുത്തു എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരിക്കും കാമുകന്മാരുടെ ഇടയിൽ. അതങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ വിഷയമൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിട്ട് എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ട്, പൂജ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. പൂജ ചെയ്ത സ്വാമി അവസരങ്ങളാണ് ഒരുക്കിയത്. ഒരു അവസരം സ്വാമി അവിടേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവർക്ക് ഇവിടെ എത്തിച്ചു. അവിടെ അവർ തമ്മിൽ തല്ലുകൂടി പിരിഞ്ഞു. ഇനി ജീവിതത്തിൽ ഇനി സ്വാമിയല്ല എന്ത് വിചാരിച്ചാലും ആര് വിചാരിച്ചാലും അവരുടെ കുടുംബത്തേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? 2 ദിവസം മുൻപ് അലമ്പുണ്ടാക്കിയിട്ട് പോയുള്ളൂ എന്നല്ലേ? അലമ്പെന്നാണ് ഞങ്ങൾ തൃശ്ശൂർ ഭാഷയിലൊക്കെ പറയാം. അല്ല, അങ്ങനെയല്ലേ പറയാം. ഇനി അവിടെ ഒരു ചാൻസ് കിട്ടും അവർക്ക് ഒന്നാവാനുള്ളത്. ഇനി ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ? സ്വാമിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് നിങ്ങൾ ഇപ്പം അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, പോയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായി. ഇനി അതൊന്നും പരിഹരിക്കാൻ പറ്റില്ല. അത് പറ്റിക്കഴിഞ്ഞു, ആൾ മരിച്ചു കഴിഞ്ഞു, പിന്നെ ആളെ ജീവിപ്പിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മളൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. വായാൽ എറിഞ്ഞ കല്ലും വിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് ഈ വീഡിയോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പ്രകോപിപ്പിക്കും. അതൊന്നും നമ്മൾ പ്രകോപനം ഇതാവരുത്. നമ്മൾ അത് സാരിൽ ചിരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നെങ്കിൽ ആ പെണ്ണിൻ്റെ മനസ്സിലത് കെടുക്കും. അവർ എൻ്റെ ആങ്ങള അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇത്രയ്ക്കും എൻ്റെ ഭർത്താവിനെ ഇതാക്കി പോയിട്ട് പോലെ അയാൾ ഒരു അക്ഷരം ഇണ്ടാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിൽ കയറും. ആ ചിന്തയാണ് സ്വാമി നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉപദേശം ഒരാൾ കേൾക്കില്ല. ഞാൻ പണ്ടും വീഡിയോയിൽ പറയാറുണ്ട്, ഞാൻ ഉപദേശിച്ച ആരും നന്നായിട്ടില്ലാണ്. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്ന ഉപദേശം ആരും കേൾക്കില്ല, അതുകൊണ്ട് അവർ നന്നാവാറില്ല. കേട്ടവർ നന്നായിട്ടുണ്ട്. അതുപോലെ ഇതും നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടായിരിക്കും. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കരിങ്കുട്ടി സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, ദുരിതങ്ങൾ തീർക്കുന്ന വിഷ്ണുമായ സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, ദുരിതങ്ങൾ തീർക്കുന്ന വിഷ്ണുമായ സ്വാമിയേ, ലാലൂർ ദേവസ്ഥാനം